ടെസ്റ്റിംഗ് വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. സോ ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒത്തിരിയധികം ന്യൂസുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് സിനിമയുടെ സീരീസുകൾ ഹോളിവുഡിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഒക്കെ ഏറ്റവും വലിയ ന്യൂസ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച ക്രിസ്ത്യാനോ റൊണാൾഡോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ദിവസം, അതായത് 24 മണിക്കൂറിനുള്ളിൽ പുള്ളിക്കാൻ 20 മില്യനൊക്കെയായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. മിസ്റ്റർ ബീസ്റ്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ അണ്ണൻ അധികം താമസിക്കാതെ മിസ്റ്റർ ബീസ്റ്റിനെ കടത്തി വെട്ടിക്കുമെന്നാണ് നമുക്ക് ഈ പോകുന്ന രീതി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ. ഞാനൊക്കെ ഇവിടെ 5-6 വർഷമായിട്ട് വീഡിയോ ചെയ്തിട്ട് ഒരു 75K പോട്ടെ, 100K എന്ന് പറയുന്ന ഒരു സ്വപ്നം അതിപ്പോഴും അന്നും ഒന്നും ഒക്കെ നിലനിർത്തുക തന്നെയാണ്. പക്ഷെ അതുപോലും എത്തിയിട്ടില്ല. ഞാനങ്ങനെ അധികം നമ്മുടെ പ്രേക്ഷകരോട് ആരോടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. പക്ഷെ എന്നാലും ചെയ്യുക. നിങ്ങൾക്ക് കൊള്ളാവുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടിയൊക്കെ കൂടുതൽ മോട്ടിവേഷനൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങൾ ആരെയും സാഡൊന്നും ആക്കുന്നില്ല. ഞാൻ എൻ്റെയും സാഡ് സ്റ്റോറിയൊന്നും ഞാൻ പറയുന്നില്ല. ഈ ആഴ്ച നമുക്ക് എന്താണ് ഹോളിവുഡിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യൂസ്, അപ്ഡേറ്റ്, സീരീസിന്റെ അതുകൂടാതെ മൂവീസിന്റെ ഭാഗത്ത് അതെല്ലാത്തിൻ്റെയും ഒരു റൗണ്ട് അപ്പ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണേ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് മെഗാൻ മൂവിയുടെ അപ്ഡേറ്റിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അതൊരു കിഡിലനായിട്ടുള്ളൊരു ഹൊറർ ഫിലിം തന്നെയായിരുന്നു. സൈഫൈ ഹൊറർ ഫിലിമാണ് ഈ ഒരു റോബോട്ടിനെ കുറിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ആ സിനിമയുടെ ഒരു സ്പിൻ ഓഫ് നമുക്കിപ്പോൾ ലഭിക്കാൻ പോകുന്നതാണ് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സ്പിൻ ഓഫിന്റെ പേരായിരിക്കും സോൾമേറ്റ്. ആൻഡ് ഈ സിനിമയുടെ എന്താ പ്രത്യേകതയാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ക്യാരക്ടറിന്റെ ഭാര്യ ഇട്ടേച്ചു പോകും. സോ ഭാര്യയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു റോബോട്ട് അല്ലെങ്കിൽ സൈബോർഗ് വരുന്നത് തന്നെയാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം നേരത്തെ സിനിമയിൽ നമ്മൾ കുറേയധികം രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. സോ പ്രെമിസസ് കേട്ടിട്ട് എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അനാക്കോണ്ടയുടെ പുതിയൊരു സിനിമ കറന്റ് അവര് ഓൺഗോയിങ് ആണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഈ സിനിമയ്ക്കത്തുള്ള മേജർ കാസ്റ്റിലേക്ക് നമ്മൾ നോക്കിയാൽ ജാക്ക് ബ്ലാക്കിനെയും പോൾ റോഡിനെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ലൈഫിലെ മിഡിൽ ലൈഫ് ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ പോകുന്നു. അവിടെ വെച്ച് അനാക്കോണ്ടയെ കാണുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അനാക്കോണ്ട ഫിലിമിന്റെ ഫാൻ ആണോ? എന്നോട് ചോദിക്കണേ. ആദ്യത്തതും രണ്ടാമത്തെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഹണ്ട് ഫോർ ബ്ലഡ് ഓർക്കിഡ് എന്ന് പറഞ്ഞ സിനിമ. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന എല്ലാം പരാജയം തന്നെയായിരുന്നു. പിന്നെ റീസെന്റ് ഒരു ചൈനീസ് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാൻ തന്നെയാണ്. അത് നമ്മുടെ ഒറിജിനൽ അനാക്കോണ്ട സിനിമയുടെ ഒരു റീമേക്ക് പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും പടം കിടിലനായിരുന്നു. നിങ്ങൾക്ക് അനാക്കോണ്ട ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആ ഒരു ചൈനീസ് സിനിമ കണ്ടു നോക്കുന്നേ ഞാൻ പറയുള്ളൂ. ഇനി അവിടെ നമ്മൾ നേരെ സാക്ക് സ്നൈഡർ പുതിയൊരു ഇന്റർവ്യൂവിനകത്ത് വലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർവലിനെ കുറിച്ച് തന്നെ. അതായത് പറഞ്ഞാൽ നമുക്കറിയാം ഇനി ഇറങ്ങാൻ പോണ അവഞ്ചേഴ്സ് സിനിമയ്ക്ക് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന മറ്റാരുമല്ല നമ്മുടെ റൂസോ ബ്രദേഴ്സ് അണ്ണന്മാർ തന്നെയാണ്. ആൻഡ് സാക്ക് സ്നൈഡർ റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് പറഞ്ഞാൽ എനിക്ക് അവരെ നല്ല രീതിയിൽ തന്നെ വിശ്വാസമാണ്. അവർ ഇതിനു മുമ്പ് അവഞ്ചേഴ്സ് ഫ്രാഞ്ചൈസിയിൽ എങ്ങനെയൊക്കെയാണോ ഡയറക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്കൊരു മികച്ച സിനിമ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ലഭിക്കാമെന്നാണ് സാക്ക് സ്നൈഡർ തന്നെ പറയുന്നത്. മേ ബി ചിലപ്പോൾ പുള്ളിക്കാരന് മാർവലിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരന് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ഒരു കമന്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല വേറെ കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ. ഇനി അവിടെ നമ്മൾ നേരെ ഡിസ്നിയിലേക്ക് നോക്കിയാൽ ഡിസ്നി റീസെന്റ് മറ്റേ കോമിക്കോണും അതുകൂടാതെ തന്നെ D23 കഴിഞ്ഞ സമയത്ത് ഫ്രോസൺ ഫിലിമിന്റെ കുറേയധികം ആനിമേറ്റഡ് സിനിമകൾ അവർ അനൗൺസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എടുത്തു പറയുന്നത് തന്നെയാണ് ഫ്രോസൺ 3 അതുകൂടാതെ തന്നെ ഫ്രോസൺ 4. ഈ രണ്ട് സിനിമകളുടെയും പ്രൊഡക്ഷൻ ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത്. കാരണം ഒരേ സമയത്ത് ഇത് രണ്ടും കൂടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വർക്ക് ചെയ്തോട്ടെ, അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ലഭിച്ചാൽ മതി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. സോ നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ലൊരു സിനിമ ആകാം ഫ്രോസൺ ഇനി വരാൻ പോണ സിനിമ എന്നുള്ളത് തന്നെ. സോ ഇനി നമ്മൾ DC-യിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ജെയിംസ് ഗൺ കുറേയധികം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട് DC യൂണിവേഴ്സിനകത്ത് എന്നുള്ള സംഭവങ്ങളെല്ലാം തന്നെ. പക്ഷെ അവിടെയും അപ്പോഴും ഉണ്ടായിരുന്ന മറ്റൊരു സംഭവം തന്നെയാണ് DC എൽസ്വേൾഡ് സ്റ്റോറി ലൈൻ. അതിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ് ജോക്കറും അതുകൂടാതെ തന്നെ ബാറ്റ്മാനും തന്നെ. ആൻഡ് ജോക്കറിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ടോഡ് ഫിലിപ്സിന് റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോക്കറിന്റെ 3ാം പാർട്ട് ഇറങ്ങുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ആദ്യം നിങ്ങൾ 2ാമത്തെ പാർട്ട് കാണും, ഞങ്ങൾ ആദ്യം അത് ഇറക്കിക്കോട്ടെ എന്നിട്ട് തീരുമാനിക്കാം. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ ഇപ്പോൾ ഏകദേശം കൺഫേം ചെയ്തിട്ടുള്ള ഇതൊരു 2ാമത്തെ പാർട്ടി സിനിമ എൻഡ് ചെയ്യുന്നത് തന്നെയാണ്. ഇനി പറയാൻ പ്രത്യേകിച്ച് കൂടുതൽ സ്റ്റോറി ഒന്നും ഇല്ല ഈ ഒരു ക്യാരക്ടറിന്. അതുകൊണ്ട് തന്നെ ഇനി 2ാമത്തെ സിനിമയിൽ അവർ നിർത്തുമെന്നാണ് പറയുന്നത്. പക്ഷെ ആദ്യത്തെ സിനിമ പോലെ വൺ ഹിറ്റ് ആയിക്കിന് ഇനിയും എന്താണെങ്കിലും സീക്വൽ വരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇതൊക്കെ തന്നെയായിരുന്നു ആദ്യത്തെ സിനിമ ഇറങ്ങിയപ്പോഴും ടോഡ് ഫിലിപ്സ് പറഞ്ഞിട്ടുണ്ടായ തന്നെ. അതിനിപ്പോൾ നോക്ക് ജോക്കർ 2 നമുക്ക് എന്താണ് അടുത്ത് തന്നെ ലഭിക്കാൻ പോകുന്നത് തന്നെയാണ്. ജോക്കർ 2ന്റെ കാര്യം പറയുമ്പോൾ തന്നെ എവിടെ പോയി ബാറ്റ്മാൻ 2 മാറ്റ് റീവ്സിന്റെ എന്ന് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത
അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് മാട്രീവ്സ് അണ്ണം പ്രതീക്ഷിക്കുന്നത് ഇത് ഭയങ്കര വലിയൊരു എന്താ പറയണ്ട ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഫിലിം ആക്കണം. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരൻ തന്നെ സിനിമയായിട്ടുള്ള ബാറ്റ്മാൻ വെച്ച് നോക്കണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വേൾഡ് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ബാറ്റ്മാൻ 2ന്റെ അപ്ഡേറ്റ്സിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അടുത്ത് തന്നെ സിനിമയുടെ ഫിലിമിംഗ് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം. സോ ഈ അടുത്തിടയിൽ നമ്മൾ കോമിക് കോണും അത് കൂടാതെ തന്നെ ഡിസ്നിയുടെ D23യും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ വീഡിയോ ഗെയിംസിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. അതാണ് നമുക്ക് ഈ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഗെയിംസ് കോണിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനകത്തുള്ള ഏറ്റവും വലിയൊരു അനൗൺസ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന മാഫിയയുടെ പുതിയ ഗെയിം നമുക്ക് ലഭിക്കാൻ പോവാണ്. മാഫിയ ഓൾഡ് കൺട്രി എന്നാണ് ഈ ഒരു ഗെയിമിന്റെ പേര്. ഇതൊരു പുതിയൊരു ട്രിയോളജി സ്റ്റാർട്ട് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൂടാതെ തന്നെ നമ്മുടെ ഗോഡ്സില്ല കോങ്ങിന്റെ ആ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു ഗെയിമിനെ കുറിച്ച് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഗെയിം തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഈ അടുത്തിടെ റിലീസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് മിത്ത് വൂക്കോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിനെ കുറിച്ച് തന്നെയാണ്. ആൻഡ് ഈ ഗെയിം സ്റ്റീമിന്റെ റെക്കോർഡ് തന്നെ ബ്രേക്ക് ചെയ്ത്, അതായത് കൺകറന്റ് പ്ലേയേഴ്സ് ഓൾമോസ്റ്റ് 2 ബില്യണിൽ കൂടുതൽ പ്ലേയേഴ്സ് ഇതിനകത്ത് വന്നു എന്നുള്ളൊരു കാര്യമാണ്. ബില്യൺ അല്ല, മില്യൻ്റെ അത്രയും വന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ടോ, നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. പക്ഷെ എന്നാലും ഗെയിമിങ്ങിനെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഇടയ്ക്ക് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ആമസോൺ പ്രൈം വീഡിയോസിൽ വരാൻ പോകുന്ന ഒരു സീരീസ്, സീക്രട്ട് ലെവൽ എന്നാണ് ഈ ഒരു സീരീസിന്റെ പേര്. എന്താണിത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് മിററിന്റെ ആന്തോളജി സീരീസ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് ഏകദേശം അതേപോലെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ കളിച്ചിട്ടുള്ള ഗെയിംസിൽ നിന്നുള്ള ഓരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ലഭിക്കാൻ പോകുന്നത് തന്നെ. ആൻഡ് മാഡ് മാക്സിന്റെ ഷോക്കേസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ സൈബർ പങ്കിൽ നിന്ന് ജോണി സിൽവർ ഹാൻഡ്സ് കിയാനാവു റീസ് വരുന്നുണ്ട്. ഇതൊന്നും പോരാത്തതിന് ഗോഡ് ഓഫ് വാറിൽ നിന്ന് ക്രേറ്റോസ് വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷമല്ല, അടുത്ത വർഷമാണ് ആമസോൺ പ്രൈം വീഡിയോസിൽ കൂടി ഈ ഒരു സീരീസ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത് ഏതൊരു ഗെയിംസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്കും ഒരു വലിയൊരു ട്രീറ്റ് തന്നെയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാനും ചെറിയൊരു ഗെയിമറൊക്കെ തന്നെയാണ്. ഞാൻ റീസെന്റ് ഗോഡ് ഓഫ് വാറിനകത്തുള്ള ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള വില്ലൻ ആയിട്ടുള്ള വാൽക്കറി ക്യൂൺ ആയിട്ടുള്ള ഒരു ഫൈറ്റ് നമ്മുടെ ചാനലിൽ ആ ഒരു വീഡിയോ കിടപ്പുണ്ട്. അത് ഹിഡൻ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഗെയിമിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെ. സോ നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. സോ നിങ്ങളത് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാവുന്നത് തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് വാൽക്കറി ക്യൂണിനെ ബീറ്റ് ചെയ്തിട്ടുണ്ടായത്, നിങ്ങൾക്ക് ഇതേപോലത്തെ കൂടുതൽ ഗെയിം പ്ലേ വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. മറ്റൊന്നുമല്ല, യൂബിസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ ഗെയിം ആയിട്ടുള്ള സ്റ്റാർ വാർസ് ഔട്ട്ലോ ഈ ആഴ്ച അവസാനത്തോടെ റിലീസ് ആവുന്നത് തന്നെയാണ്. ആൻഡ് റീസെന്റ് അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയോക്കർ റെസ്പോൺസ് ആണ് നമുക്ക് എല്ലാവരുടെയും ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ടിപ്പിക്കൽ യൂബിസോഫ്റ്റ് ഗെയിംസിനകത്ത് എന്താണ് നമ്മൾ കാണുന്നത് അതേപോലത്തെ ഒരു സാധനം. കാരണം അവർ എന്താ പറയണ്ടേ, 6000 രൂപയാണ് ഈ ഗെയിമിൻ്റെ വില. ആ 6000 രൂപയ്ക്കുള്ള ഗെയിം എന്താണെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങൾക്ക് സ്റ്റാർ വാർസ് ഇഷ്ടമാണെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് ഈ ഗെയിം നിങ്ങൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ആരും വാങ്ങരുത്. വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇത് നല്ലൊരു ഡീപ്പ് സെയിലിന് പോകുന്ന സമയത്ത് മാത്രമേ വാങ്ങാവുള്ളൂ. എൻ്റെ യൂബിസോഫ്റ്റേ ആ അസാസിൻ ക്രീഡ് ഷാഡോസ് എങ്കിലും ഫക്ഡപ്പ് ആക്കാതിരിക്കുക എന്നുള്ളൊരു ഒരേ ഒരു അപേക്ഷ മാത്രമേ എനിക്ക് യൂബിസോഫ്റ്റിനോട് പറയാനുള്ളൂ. കാരണം പണ്ട് പോലെ ഞാൻ ഭയങ്കര വലിയൊരു അസാസിൻ ക്രീഡ് ഫാൻ തന്നെയാണ്. എൻ്റെ ഫേവറേറ്റ് അസാസിൻ ക്രീഡ് ഗെയിം ബ്ലാക്ക് ഫ്ലാഗ് ആണ്. സോ ഇനി നമുക്ക് നേരെ ഡെയർ ഡെവിൾ ബോൺ അഗൈനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ചാർലി കോക്സ് ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് ഡെയർ ഡെവിളും അത് കൂടാതെ സ്പൈഡർമാനും കൂടിയിട്ട് ഒരേ ഒരു സിനിമയിൽ അല്ലെങ്കിൽ സീരീസിൽ വരുന്നത് കാണാൻ പുള്ളിക്കാരന് നല്ല രീതിയിൽ തന്നെ ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങാനും നോവേ ഹോമിനകത്ത് ഇങ്ങേര് വന്നതുപോലെ തന്നെ ഡെയർ ഡെവിളിന്റെ പുതിയ സീരീസിനകത്ത് ടോം ഹോളണ്ട് എങ്ങാനും വരുമോ ആർക്കറിയാം. സോണി ഇപ്പം തന്നെ സോണിയുടെ വലിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ നമുക്ക് വിഷന്റെ പുതിയൊരു സീരീസ് അനൗൺസ്മെന്റിനെ കുറിച്ച് നമുക്ക് എന്താണെങ്കിലും സംസാരിക്കാം. അനൗൺസ്മെന്റ് അല്ല, അത് ഏകദേശം ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ വാൻഡ വിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സീരീസിനകത്ത് നമ്മൾ ആ ഒരു വൈറ്റ് വിഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പുള്ളി പറഞ്ഞു പോയെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അപ്ഡേറ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സീരീസിനകത്തുള്ള മെയിൻ വില്ലൻ അൾട്രോൺ തന്നെയായിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന അതേ സെയിം അൾട്രോണിന്റെ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് തന്നെയായിരിക്കും ഇതിനകത്ത് റീപ്ലേസ് ചെയ്യാൻ പോണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട്, ഫൈനലി നമ്മുടെ വാൻഡ സ്കാർലെറ്റ് വിച്ച് തിരിച്ചു വരുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. എനിക്കറിയായിരുന്നു പുള്ളിക്കാരി മരിച്ചിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം. നമ്മൾ ആക്ച്വലി മൾട്ടിവേഴ്സിന്റെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. സോ വാൻഡ എന്താണെങ്കിലും തിരിച്ചു വരും എന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടും ഇല്ല. ഇനി സോണിയുടെ ഏറ്റവും വലിയ അനൗൺസ്മെന്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. സ്പൈഡർമാൻ്റെ അനൗൺസ്മെന്റ് തന്നെയാണ്.
സിഡ്നി സ്വീനി നമ്മുടെ പൊതുവേ ഇപ്പോഴുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു ഉത്തേജന മരുന്നായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സിഡ്നി സ്വീനി. ആൻഡ് സിഡ്നി സ്വീനിയാണ് അവർ സ്പൈഡർമാൻ 4-നകത്ത് ബ്ലാക്ക് ക്യാറ്റിന്റെ ക്യാരക്ടർ ആക്കാൻ പോണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇത് മാഡം വെബ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്താണ് ഈ സിഡ്നി സ്വീനി തിരിച്ചു വരുമ്പോൾ തന്നെയാണ് പുള്ളിക്കാരിക്ക് വീണ്ടും ഒൺലി ഫാൻസിനകത്ത് കൂടുതൽ കാശൊക്കെ ഉണ്ടാക്കാതെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ ഡൂംസ് ഡേ സെഗ്മെന്റിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഷാങ് ചി ഡൂംസ് ഡേക്ക് അല്ലെങ്കിൽ അവഞ്ചേഴ്സ് 5 ഫിലിമിനകത്ത് ഒരു വലിയൊരു റോള് പ്ലേ ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പുള്ളിക്കാരൻ ഒരു ടീമിന്റെ ലീഡർ കൂടി തന്നെയായിരിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു റെസിസ്റ്റൻസ് പോലത്തെ ഒരു ടീമാണ് പുള്ളിക്കാരൻ ലീഡ് ചെയ്യാൻ പോണേന്നാണ് നമുക്കിപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തിനുള്ള റെസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്തിനുള്ള റെബൽ ടീമാണെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി നമുക്ക് ഊഹിക്കാൻ പറ്റും അത് RDJയുടെ ഡോക്ടർ ഡൂമിനെതിരായിട്ട് തന്നെ ആയിരിക്കാം. ആൻഡ് റീസെന്റ് RDJ ഒരു ഇന്റർവ്യൂവിനകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു സെയിം അതായത് ഒരു ഡിഫറെന്റ് ക്യാരക്ടറിനെ MCUവിനകത്ത് ചെയ്യാൻ പോണേ. അപ്പോൾ ഇത് അയൺമാൻ്റെ ലെഗസിയിൽ എന്തെങ്കിലും ബാധിക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു ലെഗസി ഞാൻ ടച്ച് പോലും ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു ക്യാരക്ടറിന് ഒരു സ്റ്റാർട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പെർഫെക്റ്റ് എൻഡിങ് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു ലെഗസി അങ്ങനെ തന്നെ ഇരിക്കും. ഇത് ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ്, ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ റോബർട്ട് ഡൗണി ജൂനിയർ എങ്ങനെയാണോ അയൺമാനെ ഹാൻഡിൽ ചെയ്തത് അതുപോലെ ആയിരിക്കില്ല. ഇത് തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ അപ്രോച്ച് കൂടി തന്നെയാണ് പുള്ളിക്കാരൻ പോകുന്നത്. ഇത് അറിഞ്ഞതിൽ പിന്നെ പുള്ളിക്കാരൻ കുറേയധികം കോമിക്സ് കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി തന്നെ വായിക്കുന്നുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ഡൂം ഭയങ്കര ഒരു മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ അത് എങ്ങനെ ശരിക്കും ഒരു സ്ക്രീനിൽ ആവിഷ്കരിക്കാം അത് തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്യാൻ പോണെന്നാണ് നമുക്കിപ്പോൾ ആ ഒരു ഇന്റർവ്യൂ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ രണ്ടും രണ്ട് ക്യാരക്ടർ തന്നെ ആയിരിക്കും. ആൻഡ് കുറച്ചും കൂടി കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഡൂം തന്നെ ആയിരിക്കും ഇതിൽ ലഭിക്കാൻ പോണത്. അതായത് ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന അതായത് ഒരു ഡോക്ടർ ഡൂമിനെ നമ്മൾ നേരത്തെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചുമ്മാ കുറെ ലൈറ്റ്നിങ് വലിച്ചു വിടുന്ന ഡോക്ടർ ഡൂമിനെ. അതേപോലെ ഒന്നും ആയിരിക്കില്ല, കുറച്ചും കൂടി കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ഡോക്ടർ ഡൂമിന്റെ ക്യാരക്ടറിന് തന്നെയാണ് MCUവിലേക്ക് റോബർട്ട് ഡൗണി ജൂനിയർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. താനോസിനെ പോലെ കിടിലനായിട്ടുള്ളൊരു വില്ലൻ ആകട്ടെ എന്ന് തന്നെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയുള്ള ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾ ഇതിനകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും ചെറിയൊരു റൊണാൾഡോ എന്നെ ആക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന തന്നെയാണ്. ഇനി അടുത്ത വർഷം ഞാൻ നിങ്ങളോട് പറയാം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം ഞാൻ ആദ്യം പറയാറില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളായിരുന്നു ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് വലിയൊരു കാര്യം തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെ, ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ യു നെക്സ്റ്റ് എപ്പിസോഡ്.